ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും ഫോണുകൾ ഉപയോഗിച്ച് കോൺടാക്ട്സുകളൊക്കെ സേവ് ചെയ്യുന്നതാണ്, പലരുടെ നമ്പറുകളൊക്കെ സേവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സേവ് ചെയ്ത നമ്പറുകൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളുടെ ജിമെയിലിൽ ഗൂഗിൾ അക്കൗണ്ടിൽ നമ്മളത് സേവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഫോണൊന്ന് മാറിയാൽ തന്നെ നമ്മൾ മെയിൽ ഐ ഡി പാസ്വേഡ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ആ പാസ്വേഡ് മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് നമുക്ക് പഴയ ഫോൺ നമ്പറുകളെല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവരും നേരെ ചെയ്ത് നോക്കണം. പിന്നെ അതുകൂടാതെ ഈ മെയിൽ ഐ ഡി പാസ്വേഡും അറിയാത്തവർക്ക് വേണ്ടി അറിയാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് കണ്ടിട്ട് മെയിൽ ഐ ഡി പാസ്വേഡ് എന്താണെന്ന് നമ്മൾ എഴുതി വെക്കുക എവിടെയെങ്കിലും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മളുടെ പ്ലേ സ്റ്റോറിൽ എടുക്കേണ്ടത് നമുക്ക് ഗൂഗിൾ ക്രോമാണ്. ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഗൂഗിളിൽ പലതും സെർച്ച് ചെയ്യുന്നത് ഈ ഗൂഗിൾ ക്രോം വഴിയാണ്. അപ്പോൾ ഈ ഗൂഗിൾ ക്രോമിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഗൂഗിൾ ഡാഷ്ബോർഡ് എന്നാണ്. അപ്പോൾ ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഗൂഗിൾ ഡാഷ്ബോർഡിൽ നിന്ന് നിങ്ങൾ സ്പെല്ലിങ് തെറ്റാതെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സെർച്ച് ചെയ്യണം. ഒന്നല്ലെങ്കിൽ കീബോർഡിൽ എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ സെർച്ച് കൊടുക്കുക മുകളിൽ. അപ്പോൾ ഓട്ടോമാറ്റിക് സെർച്ചിങ് ആയിട്ട് വരും. ഫസ്റ്റ് തന്നെ കാണുന്ന ഓപ്ഷനല്ല നമുക്ക് എടുക്കേണ്ടത് ഗൂഗിൾ ഡാഷ്ബോർഡ്. രണ്ടാമതൊരു കാണുന്നത് ഗൂഗിൾ ഡാഷ്ബോർഡ്, ഗൂഗിൾ അക്കൗണ്ട്. അങ്ങനെ തന്നെ ക്ലിക്ക് ചെയ്യണം. വേറെ ക്ലിക്ക് ചെയ്യരുത്, എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് അടിയിലേക്ക്. അപ്പോൾ യൂട്യൂബിന്, ഗൂഗിൾ പേ, നമ്മൾ എന്തെല്ലാം അക്കൗണ്ടുകൾ എന്തെല്ലാം ഇതിൽ സേവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോണ്ടാക്ട്സ് എന്നുള്ളൊരു സംഭവം വരും. അപ്പോൾ ഇവിടെ നമ്മുടെ കോണ്ടാക്ട്സ്, എത്ര കോണ്ടാക്ട്സ് നമ്മൾ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട്, മെയിൽ വഴി സേവ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കും. അതുകൂടാതെ നമ്മൾ ഈ മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് സേവ് ചെയ്യേണ്ടത് അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മെയിൽ ഐ ഡി കാണിക്കുന്നതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മെയിൽ ഐ ഡി മാത്രമേ കാണിക്കുന്നുള്ളൂ. മെയിൽ ഐ ഡിയാണ്, എല്ലാവരും മെയിൽ ഐ ഡി വെച്ചുള്ള കോണ്ടാക്ട്സ് ആണിത്. ഇപ്പോൾ ഫോൺ നമ്പർ അല്ല. പിന്നെ അത് കൂടാതെ അടുത്ത 872 കോണ്ടാക്ട്സ് നോക്കാം. അതാണ് നമ്മളുടെ ആൾക്കാരുടെ ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുള്ള കോണ്ടാക്ട്സ്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണ് കോണ്ടാക്ട്സുകൾ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഈ കോണ്ടാക്ട്സാണ് നമ്മൾ സേവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സേവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇവിടെ ഒരു ഈ കോണ്ടാക്ട്സിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വേറൊരു കോണ്ടാക്ട്സുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കോണ്ടാക്ട്സിൽ ഈ പ്ലസ് ബട്ടൺ ഒന്ന് കാണാം. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ന്യൂ കോണ്ടാക്ട്സ് എന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കോണ്ടാക്ട്സ് ഇവിടെ സേവ് ചെയ്യാം. അപ്പോൾ അതൊരു കോണ്ടാക്ട്സ് സേവ് ചെയ്യാൻ പറ്റുള്ളൂ, അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്. പ്ലസ് ബട്ടണിൽ വീണ്ടും ഓർത്തിയിട്ട് ക്രിയേറ്റ് മൾട്ടിപ്പിൾ കോണ്ടാക്ട്സ് ആണ് എടുക്കേണ്ടത്. ഈ മൾട്ടിപ്പിൾ കോണ്ടാക്ട്സ് എടുത്തിട്ടാണ് നമ്മൾ ഇമ്പോർട്ട് കോണ്ടാക്ട്സ് കൊടുക്കുന്നത്. ഇമ്പോർട്ട് കോണ്ടാക്ട്സിലാണ് നമ്മൾ ഇതുപോലെ സേവ് ചെയ്ത് വെച്ചിട്ട് ഫോൺ നമ്പറുകളൊക്കെ ഇമ്പോർട്ട് കോണ്ടാക്ട്സ് വഴി ഫയൽ സെലക്ട് ചെയ്യുക. VCF ഫയലായിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് ചെയ്യുക. VCF ഫയൽ എവിടെയാണ് കിടക്കണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫോണിൽ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പഴയ കോണ്ടാക്ട്സ് ഒക്കെ വരും. അപ്പോൾ ഇത് നിലവിൽ നമ്മൾ കോണ്ടാക്ട് സേവ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മുടെ കോണ്ടാക്ട്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പോർട്ട് ചെയ്ത് സേവ് ആയിക്കോളും, പഴയ കോണ്ടാക്ട്സും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് പതുക്കെ ഒന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ മാനേജ് എക്സ്പോർട്ട്സ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണിക്കുന്നുണ്ടെന്ന് ക്ലിയർ ആയിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കോണ്ടാക്ട്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. വി കാർഡ് ഫോർമാറ്റിലാണ് ഇത് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് വി കാർഡ് ഫോർമാറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വി കാർഡ് അതിൻ്റെ സൈഡിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വി കാർഡ് എന്ന് കാണിക്കുന്നുണ്ട്. വേറൊരു ഓപ്ഷനിലും കൂടി ഇത് സേവ് ആയി കിട്ടും.
അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് ഒരു എക്സ്പോർട്ട് ഒരു പ്രാവശ്യം എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ 6 മാസവും 2 മാസവും അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. അതിന് മുമ്പ് നമുക്കിവിടെ ഗൂഗിൾ മെയിൽ ഇമെയിലായിട്ട് ഡൗൺലോഡ് ചെയ്യണമെന്ന് വയ്ക്കുന്നുണ്ട്. അതുകൂടാതെ അടുത്ത ഓപ്ഷൻ ഡ്രൈവിലേക്കാണ്, ഗൂഗിൾ ഡ്രൈവിലേക്കാണ് സേവ് ചെയ്യണതിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. പിന്നെ ഡ്രോപ്പ് ബോക്സ്, അങ്ങനെ ഏത് സാധനത്തിൽ വേണമെങ്കിലും നമുക്കിത് സേവ് ചെയ്യാം. അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടം പോലെ സേവ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഫോണിൽ സേവ് ചെയ്യണത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ആ മെയിലിൽ സേവ് ചെയ്യണത് ഉണ്ട്. ഫോണിൽ സേവ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സേവ് ചെയ്ത് വല്ല മെമ്മറി കാർഡിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വാട്സാപ്പ് മുഖേനയോ സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്കത് റിക്കവർ ചെയ്ത് വീണ്ടും എടുത്ത് നമുക്ക് പഴയ കോൺടാക്ട്സുകൾക്ക് ഫോൺ കംപ്ലൈൻ്റ് ആയി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതുകൂടാതെ സിപ്പ് ഫയലാണോ ആക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. പിന്നെ എത്ര GB ആണ്, 2 GB, 50 GB, അങ്ങനെ എത്ര GB ആണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് ക്രിയേറ്റ് എക്സ്പോർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ റിപ്പോർട്ട് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെയിലിലേക്ക്. അപ്പോൾ അവിടെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ എക്സ്പോർട്ട് ഉണ്ട്, അത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അത് അപ്പോൾ എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന മെയിലിലേക്ക്, നമ്മളുടെ മെയിലിലേക്ക് വരുന്നതായിരിക്കും ഇത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് അനദർ കൊടുക്കുക. ക്രിയേറ്റ് അനദർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളൊരു എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പോർട്ടിങ് പ്രോഗ്രസ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. കോണ്ടാക്ട്സ് ഒരു MB, ഡൗൺലോഡ്, ക്രിയേറ്റ്, ന്യൂ എക്സ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡൗൺലോഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് കാണിക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ കോണ്ടാക്ട്സ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കോണ്ടാക്ട്സ് ഒരു MB കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അവർ മെയിൽ ID കൊടുക്കാൻ പറയും. നമ്മുടെ മെയിൽ ID കൊടുക്കുക, അല്ലെങ്കിൽ ആരെയും മെയിൽ ID കൊടുക്കാണ്ട് 3 കുത്തിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൗൺലോഡ്സ് എടുത്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത കോണ്ടാക്ട്സ് ഇവിടെ കിടപ്പുണ്ടാവും സിപ്പ് ഫയലായിട്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫോണിൽ എവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺലോഡ്സിലാണ്. അപ്പോൾ അത് സേവ് ചെയ്ത് പേരൊക്കെ ഒന്ന് മാറ്റി സേവ് ചെയ്തിടുക. നമ്മൾ ഡേറ്റ് കൊടുത്താൽ മതി. സേവ് ചെയ്ത ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഴയ കോണ്ടാക്ട്സോടോ പുതിയ കോണ്ടാക്ട്സോടോ ഒന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് ചെയ്യുക. അതിനുശേഷം അതിൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഓപ്പണാക്കി നോക്കാം. ഓപ്പണാക്കി നോക്കുമ്പോൾ ടേക്ക് ഔട്ട്സ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. അതിൽ കോണ്ടാക്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ കോണ്ടാക്ട്സിൽ നമ്മളുടെ അല്ലെങ്കിൽ ആൾ കോണ്ടാക്ട്സ് നമ്മളുടേതാണെന്ന് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം.